നീ നനക്കണ മാതിരി എല്ലാ വിദ്യകളും പൗലോസിന് ചൊല്ലിക്കൊടുക്കും. പക്ഷേ അവൻ എന്നും ഈ കാട് വിട്ടു പോകാൻ പാടില്ല. അതിനെന്താണ് ഉറപ്പ്? ഇവിടുന്ന് ആർക്കാണ് അച്ഛാ പോകാൻ പറ്റുക? പോരെങ്കിൽ അച്ഛന്റെ ഇഷ്ടത്തിനൊത്ത് അതേ എന്നെ കെട്ടിയ. അല്ലാതെ നിന്റെ ഇഷ്ടമല്ല. എല്ലാം എന്റെ മോളുടെ ഗുണത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ പൗലോസ്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പൗലോസിന് കിട്ടിയേക്കണത്. ഇവിടെ എത്തിയ ഒരുത്തനും അടുത്ത ഉദയം കണ്ടിട്ടില്ല. നീ ഇവിടുന്ന് പോണമെന്ന് നനക്കണില്ലെങ്കിൽ നനച്ചാലും നടക്കില്ല. എല്ലാ മന്ത്രതന്ത്രങ്ങളും ജാലവിദ്യകളും സ്വന്തമാക്കാം. എന്താ ചൊല്ലണ? ഇന്നു മുതൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് നിനക്കിവിടെ കഴിയാം. എല്ലാ വിദ്യകളും പഠിച്ചിട്ട് ഇവിടുന്ന് കടന്നു കളയില്ലെന്ന് നീ സത്യം ചെയ്യണം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. ഇതാ സത്യം ചെയ്യുന്നു. ഞാനിത് ലംഘിക്കുകയില്ല. മോളെ വള്ളി, ഞാൻ അനുവാദം തന്നിരിക്കണം. അഭ്യാസങ്ങൾ ആരംഭിക്കും. നിനക്കറിയാത്ത കാര്യങ്ങൾ അച്ഛൻ ചൊല്ലിക്കൊടുക്കും. ശരി അച്ഛ. ചെല്ല്. വാ. അവളോടിയ വഴിയെ കപ്പളം പടത്തി ചാണക കുഴി നിരത്തി. അയ്യോ കർത്താവ്, കർത്താവിന് എന്തിനായി മെഴുകുതിരി, അതും ഈ നട്ടുച്ചയ്ക്ക്. എനിക്കാണെങ്കിൽ രാത്രി ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. കർത്താവേ, ഇത്താത്തിനോട് ക്ഷമിക്കണമേ. എന്റെ കൈയും കാലും മോശമാന്നേ, പക്ഷേ ഇത്താത്തിയുടെ മനസ്സ് ശുദ്ധമാണെന്നറിയാവല്ലോ. കർത്താവേ, മറ്റൊന്നും തോന്നരുത്. ചക്രം കറങ്ങാനുള്ളതാണല്ലോ. ഇതിവിടെ ഇരുന്നാൽ കറങ്ങത്തില്ല. എന്റെ കയ്യിലാകുമ്പോ അത് താനേ കറങ്ങിക്കോളൂ. അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇതിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോ ഞാനത് എടുത്തോട്ടെ. എടുത്തോ. അപ്പോ ഞാൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കോളാനോ? ആരാണ് തോമസ് വന്നോ? പരിപാടി എന്തോ? ഇത് കടമറ്റത്ത് പള്ളിയിലെ കാശാ. അതെയോ? ഇതെടുത്താൽ നിന്റെ കൈക്ക് കുഷ്ടം വരും. എവിടെ വെച്ചാന്ന്? ഞാൻ വെച്ചു. വെച്ചു. എല്ലാം വെക്കാന്നത് വെച്ചു. അല്ല തോമാച്ചൻ എങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ടാ. എന്റെ അല്ല, ഈ കാര്യം മാത്രം അച്ഛനോട് പറയരുത്. ഇപ്പൊ പറയത്തില്ല. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ പറയും. പൗലോസ് പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞല്ലോ. തിരക്കിപ്പോയവരും വന്നു. ഞാനിവിടെ എന്ത് വിശ്വസിച്ചിരിക്കും? കർത്താവേ, കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ എന്റെ പൗലോസ് കുട്ടി ഇവിടെ എത്തിക്കണേ. അഹങ്കാരി ഇടി പുളിമൂട്ടി കറിയായിക്ക് എന്നതാടി ഒരു കുറവ്. അവനെ നല്ല ഒന്നാന്തരം തറവാട്ടുകാരന് കെട്ടിച്ചയക്കാൻ പെങ്ങന്മാരില്ല. പട്ടുപോലത്തെ സ്വഭാവം, ഇഷ്ടം പോലെ ഭൂസ്വത്തും. പിന്നെ എപ്പോ നോക്കിയാലും കുടിച്ചു മറിഞ്ഞ് നടക്കുന്നതല്ലേ പട്ടു സ്വഭാവം. എടി ആണുങ്ങളാണെങ്കിലേ കുടിക്കണം. അപ്പോഴേ അവർക്ക് രുചിയുണ്ടാവത്തുള്ളൂ. നിന്റെ അപ്പനെ കളപ്പരയ്ക്ക തോമ ഈ കരയിലെ പേരെടുത്ത ഒരു കുടിയനായിരുന്നു. പക്ഷെ കുടുംബം നോക്കുന്ന കാര്യത്തില് അതിയാന്റെ പുറകിലേ നിൽക്കത്തുള്ളായിരുന്നു മറ്റാണുങ്ങൾ. എന്റെ മോക്കിത് നല്ല ബന്ധമാണ്. കല്യാണക്കാര്യത്തെ പറ്റി മാത്രം അമ്മ എന്നോടൊന്നും പറയണ്ട. പിന്നെ നീ ആര് വരാനാടി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മറ്റം വരും കുതിരപ്പുറത്ത്. വന്നില്ലെങ്കിൽ വേണ്ട. തറുതല പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട.
അടുത്ത ആഴ്ച കല്യാണം ഞാൻ വിളിച്ചു ചൊല്ലിക്കും. അത് ഓർത്തോ. എന്റേതായിരിക്കില്ല. നിന്റേത് തന്നെടി. കളപ്പരക്കത്തോമായുടെ കെട്ടിയോട് ത്രേസ്യാമ്മയാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. ആ പേടിച്ചു പോയാ? ഏതു നേരവും മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനാ? ഏം പുറത്തേക്ക് പോണ വരണ? എവിടെ പോകാൻ? പുറത്തു ഒരു ഒലവുണ്ട്, ഏം കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികളുണ്ടല്ലോ, അവരുടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തോഴികൾ എന്തിനാ? വാ പോവാം. ഏനി തോഴരും കൂട്ടരും ഒന്നും വേണ്ട. ഏനെന്ത് പാടുപെട്ടാ അവരുടെ ഇടയിൽ നിന്ന് പോരണേന്ന് നിങ്ങൾക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിന്? നിങ്ങളിൽ പെട്ടവനല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. ഏൻ എത്ര നിർത്തി ചൊല്ലിയിരിക്കണം അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കടപ്പാടുണ്ട്. അതൊന്നും ഏന് വേണ്ട. ഏന് ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്തു വിചാരിക്കും? ആര് വന്നാലും ഏനൊന്നുമില്ല. ഏന് നിങ്ങൾ മാത്രം മതി. വള്ളിയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി? അച്ഛന് ഇന്നാന്ന് വെച്ചാ ജീവനായിപ്പോ. ഏനെ പോലെ അച്ഛന് ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കണം. പോകാം വള്ളി, സമയമേറെയായി. അച്ഛൻ അന്വേഷിക്കും. ഇനി നാളെ സംസാരിക്കാം. മോളെ മേരിക്കുട്ടി, എന്താ തുമ്മൻ ചേട്ടാ? പൗലോച്ചായനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചനെ കർത്താവ് തിരിച്ചു വിളിച്ചു മോളെ കേൾക്കണേ. എന്റെ കർത്താവേ, ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛന് ഇഷ്ടം തോന്നിയാ അങ്ങനെയാ, എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഓ, എല്ലാം പഠിപ്പിച്ചത് ഏൻ, പേരച്ഛനും. ഏനിനി ഒന്നും പഠിപ്പിക്കില്ല. ഈ എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ? ഓ, അങ്ങനെയാ? എന്നാ നോക്കിക്കോ. എങ്ങനെ? അയ്യോ വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി വള്ളി വേണ്ട, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയമാവുന്നു ഇവിടെ നിൽക്കാൻ. ഏനല്ലല്ലോ എല്ലാം പഠിപ്പിച്ചത്, അച്ഛനല്ലേ? വള്ളി, എന്തൊക്കെ പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? പേടിക്കണ്ട, എന്റെ കയ്യിൽ കയറിക്കോളൂ. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാ മതി. ഏനെപ്പോഴും കാണാലോ, എവിടെയും പോവില്ലല്ലോ. എത്ര വലിയ രൂപമാണ് നീ. നിന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാവുന്നു. എന്തിനാ പേടിക്കണേ? ഏൻ മുറുക്കി പിടിച്ചോളാം. ഒന്ന് വിടുവള്ളി, ഒന്നും വേണ്ട, നീ എന്നെ താഴെ ഇറക്കിയാ മതി.
എന്നാ ഇറങ്ങിക്കോ. അയ്യോ, നീ എന്നെ ഭയപ്പെടുത്തിക്കണമെന്നില്ല വള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ? പറയേ. ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഏനെ ഒന്നാ കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു എടുത്തു, അവിടെ തന്നെ നിന്നേ മതി. ഏന് ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ? ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഏനിപ്പ ഇവിടെ കിടന്നു നിലവിളിക്കോ? ശരി, എന്നാല് വന്നേക്ക്. മോഹിച്ചിട്ടല്ലേ? ആ കറിക്കോ. അങ്ങനെ ഏനിനി ഇറങ്ങൂലല്ലോ. ഏനിവിടെ തന്നെ നിൽക്കും. ഞാനിപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെ ഇടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കോ. ഇനി പതുക്കെ. താഴെ ഇറങ്ങ. ഇതുപോലെ കുറെ വിദ്യകളുണ്ട്. എല്ലാം ഞാൻ പഠിപ്പിക്കാം കേട്ടോ.